നഷ്ടത്തിൽ 204 എന്ന സ്വപ്ന ടോട്ടലിലേക്ക് എത്തി നിൽക്കുന്നു. സ്വാഭാവികമാണ്, ന്യൂസിലൻഡിനും ശക്തമായ ബാറ്റിംഗ് സൈഡ് ഉണ്ട്. നമ്മളിനി ഫാക്ട്സിലേക്ക് വരാം. ഫിന്നലനും ടിം സൈഫേർട്ടും തമ്മിൽ നടത്തിയ ഒരു പോരാട്ടം, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവർ നടത്തിയ ഒരു ഇന്നിങ്സ് അതിഗംഭീരമായ ഇന്നിങ്സ് തന്നെയായിരുന്നു. 13 ഓവറിൽ നിന്നാണ് അവർ 170+ ടോട്ടൽ ചേസ് ഡൗൺ ചെയ്തത്. അതുകൊണ്ട് ഇന്ത്യക്കറിയാം നല്ലൊരു ടോട്ടൽ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ന്യൂസിലൻഡും അതനുസരിച്ച് ശക്തമായി കളിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവരത് കൃത്യമായി കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൃത്യമായ ഗെയിം പ്ലാൻ അനുസരിച്ച് ഇന്ത്യ പോകുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 16 ഓവറുകൾ അടുപ്പിച്ച് നിൽക്കുമ്പോഴേക്കും ഏകദേശം 204 റൺസിലേക്ക് ഇന്ത്യ എത്തി നിൽക്കുന്നു. എന്തായാലും സ്വാഭാവികമാണ്, പ്രതീക്ഷിച്ചതുപോലെ തന്നെ പോകുന്നു. പക്ഷേ എന്തായാലും സഞ്ജുവിൻ്റെ മാജിക്കൽ ഇന്നിങ്സ്, അഭിഷേക് ശർമ്മയുടെ തിരിച്ചുവരവ്, ഇഷൻ കിഷൻ നോട്ട് ഔട്ടായിട്ട് തുടരുന്നത് എല്ലാം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഹോപ്പ് നൽകുന്ന കാര്യമാണ്. ലാറ്റർ ഓവേഴ്സ് ആണ്, ക്ലൈമാക്സ് ആണ്. ഇന്ത്യ അടിച്ചു കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. വിക്കറ്റുകൾ കയ്യിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും റിസ്കുകളും കൂടുതലായി എടുക്കും. ആ റിസ്കുകൾ എടുത്തതിൻ്റെ കൂട്ടത്തിൽ ഇതാ 3ാമത്തെ വിക്കറ്റ് നഷ്ടമാവുന്നു. പക്ഷേ ബാറ്റിംഗ് ഓർഡറിലുള്ള സ്ട്രെങ്ത് ഇന്ത്യക്ക് അത്ര മാത്രമാണ്. വിക്കറ്റുകൾ തുടർച്ചയായി ഈ ഓവറിൽ തന്നെ 2 എണ്ണം പോകുന്നത് ഇന്ത്യക്ക് ഒരു തിരിച്ചടി തന്നെയാണ്. ജിമ്മി നീഷം ഇതുവരെ ഫോമിലാവാതെ സെമി ഫൈനലിലേക്ക് ടീമിലേക്ക് തിരികെ കൊണ്ടുവന്ന ജിമ്മി നീഷം ഇതാ 2 വിക്കറ്റുകൾ, 2 ബ്രേക്ക് ത്രൂകൾ, നിർണായകമായ ബ്രേക്ക് ത്രൂകൾ ന്യൂസിലൻഡിന് വേണ്ടി എടുക്കുമ്പോൾ ഇന്ത്യക്ക് 3ാമത്തെ വിക്കറ്റ് നഷ്ടമാവുന്നു. ഇഷൻ കിഷൻ്റെ വിക്കറ്റ് നഷ്ടമായ സ്വാഭാവികമായിട്ടും കുറച്ചധികം ആളുകളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാർക്ക് ചാപ്മാനാണ് ക്യാച്ച് എടുക്കുന്നത്. 25 പന്തിൽ നിന്നും 54 റൺസ് എടുത്തുകൊണ്ടാണ് ഇഷൻ കിഷൻ മടങ്ങുന്നത്. 4 4 4 6 ഇഷൻ കിഷൻ്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്നു. സ്ട്രൈക്ക് റേറ്റ് 216 റൺസ്. ഹാർദിക് പാണ്ഡ്യയാണ് നിലവിൽ ക്രീസിൽ നിൽക്കുന്നത്. 3 പന്തിൽ നിന്ന് 1 റൺസുമായിട്ട്. സഞ്ജു എന്തായാലും സെഞ്ചുറിക്കരികെ തൊട്ടരികിൽ നിന്ന് പുറത്താകുമ്പോൾ അത് സെഞ്ചുറിയുടെ തിളക്കമുണ്ട്, അതിനകത്തൊരു തർക്കവുമില്ല. പക്ഷേ ആ മനുഷ്യൻ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആകുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ മത്സരത്തിന് ശേഷം കാണാൻ പോകുന്നത്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സഞ്ജു സാംസൺ തന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് കിട്ടും. അതിനകത്ത് ഒരു തർക്കവും ഇവിടെ ആർക്കും വേണ്ട. കാരണം ഹീ ഡിസേർവ്സ് ഇറ്റ്. അയാൾക്കല്ലാതെ വേറെ ആർക്കും അത് ഡിസേർവ് ചെയ്യുന്നില്ല എന്നതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. അയാളുടെ അവസാനം കളിച്ച 3 ഇന്നിങ്സ്, ടീമിന് വേണ്ടി മാത്രമായിട്ട് കളിച്ച ഇന്നിങ്സ്, അതെല്ലാം തന്നെയാണ് നമ്മൾ ഇതിനകത്ത് എടുത്ത് സൂചിപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നത്. സോ എന്തായാലും 3 വിക്കറ്റുകൾ നഷ്ടമാവും. സ്വാഭാവികമായും വിഷമത്തിൽ തന്നെയാണ് നിൽക്കേണ്ടത്. പക്ഷേ നെവർ മൈൻഡ്, വി ഹാവ് ദ സ്കോർ. 204 റൺസ് എത്തി നിൽക്കുന്നു. 16 ഓവറുകളാകുമ്പോഴേക്കും സ്വാഭാവികമായും ആക്സലറേറ്റ് ചെയ്യണം. ക്യാപ്റ്റൻ ഇറങ്ങിയിരിക്കുകയാണ്. സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും ചേർന്നൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഇനിയും ബിഗ് ഹിറ്റേഴ്സ് ഉണ്ട്. തിലക് വർമ്മയും സൂര്യകുമാർ യാദവ് ഉണ്ടാക്കാവുന്ന കാഴ്ച. അങ്ങനെ ഈ അടുപ്പിച്ചടുപ്പിച്ച് വിക്കറ്റുകൾ പോകുന്നു. ആ ഉണ്ടാക്കിയെടുത്ത ബേസ് ഇന്ത്യക്ക് നഷ്ടമാവുന്നു എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ എന്തായാലും ക്യാപ്റ്റൻ നിരാശപ്പെടുത്തുന്നു. ക്യാപ്റ്റൻ പോകുന്നു. എന്നാൽ തിലക് വർമ്മ വീണ്ടും വരുന്നു. അങ്ങനെയാണ് അവസ്ഥ. ഈ ഓവറിൽ ജിമ്മി നീഷം ഉണ്ടാക്കിയ ബ്രേക്ക് ത്രൂകളെ കുറിച്ച് എടുത്തു പറയണം. കാരണം നമ്മൾ ഈ ഓവർ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ ഗംഭീരമായൊരു ടോട്ടലിൽ എത്തി നിൽക്കുന്നു വിത്ത് ജസ്റ്റ് എ വിക്കറ്റ് ലൂസിങ്. പക്ഷേ ഇവിടെ ജിമ്മി നീഷം ഒരു ഓവറിൽ നിന്നും തിരികെ കൊണ്ടുവന്നപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഫസ്റ്റ് ബോളിൽ നിന്ന് തന്നെ ഡക്കാവുന്നു. ക്യാപ്റ്റനിൽ നിന്നും പ്രതീക്ഷിച്ച ഇന്നിങ്സ് ടീമിന് കിട്ടുന്നില്ല. ഗോൾഡൻ ഡക്കാവുന്നു. സൂര്യകുമാർ യാദവ് ഉണ്ടാക്കിയെടുത്ത് ആ തുടക്കം കണ്ടിന്യൂ ചെയ്യാൻ ഇന്ത്യൻ ബാറ്റർമാർക്ക് കഴിയുന്നില്ല എന്നത് വസ്തുതയാണ്. സഞ്ജു സാംസണിൻ്റെ ഇന്നിങ്സിനെ കുറിച്ചും അഭിഷേക് ശർമ്മയുടെ ഇന്നിങ്സിനെ കുറിച്ചും ഇഷാൻ കിഷൻ്റെ ഇന്നിങ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെ അങ്ങോട്ടേക്ക് ഇത് കൊണ്ടുപോകേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. കാരണം 200 എന്ന ടോട്ടൽ ന്യൂസിലൻഡിനെ തളയ്ക്കാൻ മാത്രമുള്ള ടോട്ടൽ അല്ല. വേണ്ടിയിരിക്കുന്നത് അടുത്ത 4 ഓവറിൽ അതനുസരിച്ച് ഇന്ത്യയെ കളിക്കുക എന്നത് തന്നെയാണ്. ആ ലക്ഷ്യം തന്നെയാണ് ഇന്ത്യയുടെ മുന്നിലുമുള്ളത്. അല്ലാതെ വേറെ വഴിയില്ല. ഇന്ത്യക്ക് റൺസ് അടിച്ചു കൂട്ടിയേ മതിയാവുകയുള്ളൂ. അതനുസരിച്ച് കളിച്ചേ മതിയാവൂ. ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയുമാണ് ക്രീസിൽ നിൽക്കുന്നത്. പാണ്ഡ്യയിൽ നിന്നും തിലക്കിൽ നിന്നും ഇതുവരെ ഉണ്ടായിരുന്ന റൺ റേറ്റ് എന്താണോ അതനുസരിച്ച് തന്നെയുള്ളൊരു മാച്ചപ്പാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം റൺ റേറ്റ് കുറയാൻ ഇന്ത്യക്ക് കഴിയില്ല. അത്രയും നല്ലൊരു സെറ്റ് ഫൗണ്ടേഷൻ ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ബാറ്റർമാർ. സോ അത് പ്രതീക്ഷിക്കുകയാണ്. സൂര്യ കളിച്ച ഒരു അനാവശ്യമായ ഷോട്ട് ഫസ്റ്റ് ബോളിൽ തന്നെ ഫൈൻ ലെഗിന് മുകളിലൂടെ 6 അടിക്കാനുള്ള ശ്രമം. പക്ഷേ കൃത്യമായി സച്ചിൻ രവീന്ദ്രയുടെ കൈകളിലേക്ക് സൂര്യകുമാർ യാദവ് അടിച്ച് പുറത്താവുന്ന കാഴ്ചയാണ് വരുന്നത്. എന്തായാലും ഫൈനലാണ്. ക്യാപ്റ്റൻ എന്ന രീതിയിൽ സൂര്യയ്ക്ക് ഒരു റണ്ണ് പോലും സ്കോർ ചെയ്യാൻ പറ്റാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിനെ ഉൾപ്പെടെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ബട്ട് ഇൻസ്റ്റേക്ക് 16.1 ഓവറിൽ 205 റണ്ണ് 4 വിക്കറ്റ് നഷ്ടത്തിൽ തുടരുന്നു ഇന്ത്യ. ഹാർദിക് പാണ്ഡ്യ 4 പന്തിൽ നിന്നും 2 റൺസുമായിട്ട് ബാറ്റിംഗ് തുടരുന്നു. എന്നാൽ പക്ഷേ മാജിക്കൽ ഇന്നിംഗ്സ് സഞ്ജു സാംസന്റെ ബാറ്റിൽ നിന്നും പറയാതിരിക്കാൻ കഴിയുന്നില്ല. സഞ്ജു അടുപ്പിച്ച് തുടർച്ചയായിട്ട് 3 ഫോറുകൾ. ഇതാ
മറ്റൊരു ഫിന്നലന് പരിക്കേൽക്കുന്ന ഒരു കാഴ്ച. പരിക്ക് കുറച്ചുകൂടെ നീണ്ടു നിൽക്കണമെന്ന് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ആരാധകർ എന്ന നിലയിൽ ആഗ്രഹിക്കും. കാരണം ഫിന്നലൻ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഫോമിൽ ലൈഫ് ടൈം ഫോമിൽ നിൽക്കുകയാണ്. എന്തായാലും തിലക് വർമ്മയുടെ ഷോട്ട് പോയിന്റിലേക്ക് അടിച്ചതാണ്. അത് ക്യാച്ചാണ്, അത് ക്യാച്ച് അവസരമാണ് നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ വീണ്ടും ഒരു വിക്കറ്റ് പോവേണ്ടി വന്നതിനെ അടുപ്പിച്ച് 8 പന്തിൽ 4 വിക്കറ്റ് പോവേണ്ട ഒരു തകർന്ന് ആവേണ്ട കാഴ്ചയിലേക്ക് ഇന്ത്യ മാറിയേനെ. പക്ഷേ ഫിന്നലൻ ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. അടുപ്പിച്ച് 3 വിക്കറ്റാണ് ഒരു ഓവറിൽ നഷ്ടമായത്. ഇന്ത്യ സ്വാഭാവികമായിട്ട് അഹമ്മദാബാദ് നിലവിൽ സൈലൻസിലാണ്. അത് മാറ്റിയെടുത്തേ മതിയാവുകയുള്ളൂ. 4 ഓവറുകൾ 3.4 ഓവറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ 207 എത്തി നിൽക്കുന്നു ഇന്ത്യൻ സ്കോർ കാർഡ്. അത് 240-250യിലേക്കെങ്കിലും കൺവേർട്ട് ചെയ്താൽ മാത്രമേ ഒരു വലിയ ടോട്ടൽ ന്യൂസിലൻഡിനെതിരെ പടുത്തുയർത്താൻ കഴിയൂ. കാരണം ഫസ്റ്റ് ബോൾ തൊട്ട് ന്യൂസിലൻഡ് ആക്രമിക്കാൻ ശ്രമിക്കും. ജിമ്മി നിഷത്തിൻ്റെ ആ 3 വിക്കറ്റിൽ നിന്നും ടെമ്പോ കുറയാതിരിക്കുക എന്നത് തന്നെയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം അത്രയും സോളിഡ് സ്റ്റാർട്ടാണ് ഓപ്പണേഴ്സായ അഭിഷേക് ശർമ്മയും സഞ്ജുവും നൽകിയത്. പിന്നാലെ വന്ന ഇഷൻ കിഷനും അതനുസരിച്ച് തന്നെ കളിച്ചു. പക്ഷെ പിന്നാലെ സൂര്യകുമാർ യാദവ് പുറത്താവുന്നു. പെട്ടെന്ന് ഇഷൻ കിഷൻ പുറത്താവുന്നു. സഞ്ജുവിൻ്റെ വിക്കറ്റിന് ശേഷം വീണ്ടും ഇന്ത്യൻ ബാറ്റിംഗ് നിര പതുക്കെ തകരുന്ന കാഴ്ച. സഞ്ജു പുറത്തായതിനു ശേഷം ഇഷൻ തുടരെ പോകുന്നു. അത് കഴിഞ്ഞ് സൂര്യ പോകുന്നു. ആ സഞ്ജു പുറത്തായതോടുകൂടി ഇന്ത്യൻ ടീമിലുണ്ടായ ചേഞ്ചസ് തന്നെ എടുത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അത് പറ്റില്ല, കളിച്ചേ മതിയാവും. എന്തായാലും കീപ്പറിന്റെ മുകളിലൂടെ തിലക് വർമ്മയുടെ ഒരു ഷോട്ട്, അത് ബൗണ്ടറി കടത്താനും ന്യൂസിലൻഡ് ശ്രമിക്കുന്നില്ല. ന്യൂസിലൻഡ് ഫീൽഡിംഗ് അതിശക്തമായി ഉണരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും 209 എത്തി നിൽക്കുന്നു ഇന്ത്യയുടെ സ്കോർ. 100 പന്തുകൾ കഴിയുമ്പോൾ എന്തായാലും റൺ റേറ്റ് 12 മുകളിൽ ഇന്ത്യക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ മെയിൻ്റെനൻസ് കുറച്ചുകൂടെ ചാർജ് ആയാൽ മാത്രമേ ഒരു വലിയ ടോട്ടലായിട്ട് മാറ്റാൻ പറ്റൂ. അഹമ്മദാബാദിൽ സ്വാഭാവികമായിട്ടും 190 ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ ആണെങ്കിലും കളിക്കുന്നത് ഫൈനലാണ്. കളിക്കുന്നതിന് എതിരാളികൾ ന്യൂസിലൻഡുമാണ്. അപ്പോൾ ഈ ന്യൂസിലൻഡൊക്കെ എപ്പോൾ വേണമെങ്കിലും ഫയർ ചെയ്യാം. പ്രത്യേകിച്ച് അണ്ടർഡോഗ്സ്, ബ്ലാക്ക് ക്യാപ്സ്, കിവീസ് എന്നൊക്കെ ഒരുപാട് ചെല്ലപ്പേരുകൾ ന്യൂസിലൻഡിനുണ്ട്. അതനുസരിച്ച് ഒരു വലിയ ടോട്ടൽ തന്നെയാണ് 210 എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഫൈനലിൽ 210 മതിയാവുമോ? 3 ഓവർ ഇനിയും ബാക്കിയുണ്ട്. പവർ ഗൺസ് ആണ് നമുക്കുള്ളത്. ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയുമാണ് നിലവിൽ ക്രീസിൽ. തിലക് വർമ്മയും അത്യാവശ്യം മികച്ച രീതിയിൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇന്നിങ്സ് പോലും അദ്ദേഹം ഏത് ഓർഡറിൽ വേണമെങ്കിലും ബാറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. പക്ഷേ എന്തായാലും 17 ഓവറുകളിൽ നിൽക്കുമ്പോഴേക്കും 210 റൺസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ എന്ന കൂറ്റൻ ടോട്ടലിൽ തന്നെയാണ് ഇന്ത്യ എത്തി നിൽക്കുന്നത്. 3 ഓവറുകൾ ഇനിയും ബാക്കിയുണ്ട്. എന്തായിരിക്കും ന്യൂസിലൻഡിനെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഒരുക്കുന്ന ടോട്ടൽ? എന്തായാലും എത്രയൊക്കെ തന്നെയായാലും മറക്കാൻ കഴിയാത്തത് ഈ ഫൗണ്ടേഷൻ. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ കൊടുത്ത ഫൗണ്ടേഷൻ, അത് ലീഡിംഗ് ഫ്രം ദ ഫ്രണ്ട്. സഞ്ജു സാംസൺ വീണ്ടും ഒരു 89 റൺസ് അടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ശ്രീ. ശരി, ഹരിയിലേക്ക് തന്നെ തിരിച്ചു വരാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.